മുഹമ്മദ് റഫി ഒരു മലയാളിയാണ്. സംശയിക്കേണ്ട, തെറ്റിയതല്ല. ഗാബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ പോലെ മുഹമ്മദ് റഫിയും ഒരു മലയാളിയാണ്. മലയാളി എന്ന ആഗോള ആസ്വാദകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന എല്ലാ ഗുരുത്വാകർഷണ നിയമങ്ങളെയും കബളിപ്പിച്ച് നമ്മളെ ഭാവനാകാശത്തിലേക്ക് ഉയർത്തുന്ന ആ മാന്ത്രികൻ എല്ലാ സംഗീത ആസ്വാദകർക്കും അവരുടെ ഭാഷയ്ക്ക് ജീവൻ നൽകുന്ന ആളാണ്. ആ ഭാഷ മലയാളമോ ഹിന്ദിയോ തമിഴോ ഒന്നുമല്ല, നിരുപാധികമായ സ്നേഹമാണ് ആ ഭാഷ. ഉള്ളിലൊരു ഗദ്ഗതവും അതേ അളവിൽ ഉല്ലാസവും സൃഷ്ടിക്കുന്നതാണ് ആ ഭാഷയുടെ ലക്ഷണം. മുഹമ്മദ് റഫിയുടെ ശബ്ദത്തിൽ ഒട്ടനവധി സൂപ്പർ താരങ്ങൾ വെള്ളിത്തിരയിൽ പാടി ആടി. നാം അത് കണ്ട് കൈയടിച്ചു. പിന്നീട് കണ്ടതിൽ കൂടുതൽ നേരം കണ്ണുകളടച്ച് ആ ശബ്ദം കേട്ടു. ആ നിമിഷത്തിൽ നമ്മൾ ബഷീറുമായി കലഹിച്ചു. അനന്തമായ സമയം ദൈവത്തിന് മാത്രമല്ല, ദാ എൻ്റെ കയ്യിലുമുണ്ട്, ഞാൻ അനന്തകാലം ഈ ശബ്ദത്തെ ഭ്രമണം ചെയ്യുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരികളിൽ സ്വരം പുതിയ അർത്ഥങ്ങൾ നെയ്തെടുക്കുന്നത് കേൾക്കുമ്പോഴാണ് മലയാളി എന്ന സ്വാർത്ഥത തലപൊക്കുക. ഒരു സ്വപ്നം. പി ഭാസ്കറിൻ്റെ രചനയിൽ MS ബാബുരാജിൻ്റെ ഈണത്തിൽ റഫി സാഹിബിൻ്റെ ശബ്ദം. അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ. സംഭവിക്കേണ്ടതായിരുന്നു. സംഗീത ഗവേഷകനും മാധ്യമപ്രവർത്തകനുമായ രവി മേനോൻ യാദ് ന ജായേ റഫിയിലേക്കൊരു യാത്ര എന്ന പുസ്തകത്തിൽ അങ്ങനെയൊരു നടക്കാതെ പോയ ഗാനത്തെപ്പറ്റി പറയുന്നുണ്ട്. പി ഭാസ്കരൻ എഴുതി ബാബുരാജ് ചിട്ടപ്പെടുത്തിയ അള്ളാവിൻ കാരുണ്യം എന്ന ഗാനം പാടേണ്ടിയിരുന്നത് മുഹമ്മദ് റഫിയായിരുന്നു. M കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ ഇറങ്ങിയ യത്തീം എന്ന സിനിമയിലെ ഈ ഗാനം പാടാൻ റഫി സമ്മതിച്ചതുമാണ്. എന്നാൽ ആ സിനിമ സമയത്ത് നടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യത്തീം സിനിമയായപ്പോൾ അള്ളാവിൻ കാരുണ്യത്തിൽ പാടിയത് യേശുദാസ് ആയിരുന്നു. ഗാനം മനോഹരമായി. യേശുദാസിൻ്റെ ശബ്ദം നമ്മൾ ചെവികളിലിട്ട് താലോലിച്ചു. ഭാസ്കരൻ മാഷിൻ്റെ വരികൾ ചിന്തയിലിട്ട് നീർപ്പിച്ചെടുത്തു. ബാബുക്കയുടെ ഈണം നാവിലിട്ട് നുണഞ്ഞു. അപ്പോഴും ഒരു നിരാശ. റഫിയുടെ ഒരു മലയാളം പാട്ട്, അതിനുള്ള അവസരം മലയാളിക്കുണ്ടായില്ല. പക്ഷേ റഫി മലയാളത്തിൽ പാടി ഒരു ഹിന്ദി ഗാനം. പി ഗോപകുമാർ സംവിധാനം ചെയ്ത തളിരിട്ട കിനാക്കൾ എന്ന സിനിമയാണ് ആ ഭാഗ്യം നമുക്ക് തന്നത്. ദിലീപ് കുമാറിന് വേണ്ടി പാടിയ റഫി നമ്മുടെ പനങ്ങാട്ട് പത്മദലാഷിന് വേണ്ടിയും പാടി. അതെ, നമ്മുടെ സ്വന്തം കുതിരവട്ടം പപ്പുവിന് വേണ്ടി. ആലപ്പുഴക്കാരനായ മുഹമ്മദ് ഇസ്മയിൽ എന്ന ജിതിൻ ഷ്യാമിൻ്റേതായിരുന്നു ഈണം. വരികൾ ഐഷ് കമാലിൻ്റെയും. റഫിയെക്കൊണ്ട് ഒരു മലയാളം പാട്ട് പാടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ മലയാളത്തിൽ പാടണമെങ്കിൽ ഒരുപാട് പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അത്രയ്ക്ക് എളുപ്പം നാവിന് വഴങ്ങുന്ന ഒരു ഭാഷയല്ല മലയാളം. റഫി വിനയപൂർവ്വം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ക്ഷണം നിരസിച്ചു. എന്നാൽ മലയാളത്തിൽ വേണ്ട, ഹിന്ദിയിലായിക്കോട്ടെ എന്നായി അണിയറ പ്രവർത്തകർ. അങ്ങനെ റഫി തളിരിട്ട കിനാക്കളിൽ പാടി ഷബാബ് ലേക്കെ വോ ജാനെ ഷബാബ് ആയാഹെ. അപ്പോഴാണ് തമാശ. ഈ സിനിമയിൽ ഒരു ഹിന്ദി പാട്ടിന് പറ്റിയ സന്ദർഭങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മുഖ്യ നായികയായിരുന്ന തനുജ ഹിന്ദിയിൽ സുപരിചിതയാണെങ്കിലും പടത്തിൽ ഒരു മലയാളി വീട്ടമ്മയാണ്. അവരെ കൊണ്ട് ഹിന്ദി പാട്ട് പാടിക്കാൻ പറ്റില്ല. പക്ഷേ റഫിയുടെ പാട്ടിന് വേണ്ടി സിനിമയിലൊരു സന്ദർഭം ഉണ്ടാക്കി. ഒരു സ്വപ്നരംഗം. സഹനായികയായ മധുമാലിനിയുടെ മിനിസ്കേർട്ടും ടോപ്പും അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വപ്നം കാണുന്ന വീട്ടുവേലക്കാരി. തളിരിട്ട കിനാക്കളിൽ ഉണ്ടായത് അങ്ങനെയാണ്. ഈ വേഷം ചെയ്തത് അടൂർ ഭവാനിയാണ്. അവരുടെ ഭാവനയിൽ ജെന്റിൽമാനായി കുതിരവട്ടം പപ്പു റഫിയുടെ ശബ്ദത്തിനൊപ്പിച്ച് ചുണ്ടുകൾ ചലിപ്പിച്ചു. അങ്ങനെ മലയാളിയെ കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും എളുപ്പത്തിൽ കഴിഞ്ഞിരുന്ന പപ്പു എന്ന അഭിനയ ശരീരം നമുക്ക് വേണ്ടി റഫിയെ വഹിച്ചു. ആ ഇതിഹാസ ഗായകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ 44 വർഷമായി. ഇന്നും ഓർമ്മകളെ താലോലിക്കുന്ന മജ്ലിസുകളിൽ റഫിക്കൊപ്പം പപ്പുവിനെ പോലെ നമ്മൾ ചുണ്ടുകൾ ചലിപ്പിക്കുന്നു. റഫി പാടിയ പാട്ടുകൾ, റഫി പാടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ച പാട്ടുകൾ, ആ നിമിഷങ്ങളിൽ നമ്മൾ ഉള്ളിലെ മറ്റെല്ലാ വേവലാതികളും വെളിയിലേക്ക് ഇറക്കി വെച്ച് റഫിയുടെ സംഗീതത്തെ നിറച്ചു. പ്രിയപ്പെട്ട റഫി സാഹിബ്, നിങ്ങൾ ഞങ്ങളെ കൂടുതൽ മനുഷ്യരാക്കി.